ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോയാലോ? ബട്ട് വർക്ക് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ആ ചെളിയും പൊടിയിലേക്ക് പുതിയ ഡ്രസ്സ് ഇട്ടങ്ങ് ഇറങ്ങി. അങ്ങനെ സൈറ്റിലെത്തി എങ്ങനെ ക്യാപ്പ് വെക്കുമെന്ന് ആലോചിച്ച് കുറച്ചു നേരം നിന്ന്. ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ക്യാപ്പ് നമുക്ക് നിർബന്ധമാണ്. പിന്നെയാണ് ഓർമ്മ വന്നത്, കല്യാണത്തിനല്ലേ പോണേ, കുറച്ച് മേനൊക്കെ ആവാം. ആ നെറ്റിയിലുള്ള ഐബ്രോ ഒന്ന് ഷേപ്പാക്കിയാൽ തന്നെ മുഖം നാട്ടുകാർ കണ്ടോളും. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിലുള്ള പോപ്പീസ് ബ്യൂട്ടി ലോഞ്ചിലെത്തി. സൈറ്റിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ ഓരോന്നുള്ളതാണ് എൻ്റെ ആശ്വാസം. സലൂണിലെത്തി കുറച്ച് മിറർ വീഡിയോസ് എടുക്കാൻ നോക്കിയപ്പോൾ എമ്പാടും കുട്ടികൾ. ഓരോ തവണ കണ്ണ് തുറക്കുമ്പോൾ കിണറ്റിൽ വീണ കോഴീനെ നോക്കുമ്പോൾ എല്ലാവരും ഉന്നെ മൂടി നിൽക്കാം. നമ്മളെന്ത് പറയാൻ, സ്റ്റുഡൻസാണ്, ഓർക്ക് പഠിക്കണ്ടേ. അങ്ങനെ ക്യാഷ് ബില്ല് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കണ്ടില്ല ഇപ്പം എൻ്റെ കണ്ണിൻ്റെ മേലെ മീശ വന്നത്. ഈ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, നമ്മളൊക്കെ പറയുന്ന കൂട്ടുപിരികം, അത് കൂടപ്പറപ്പ് പോലെ ആയതുകൊണ്ട് ഓനെ ഞാൻ ഒഴിവാക്കാൻ നിൽക്കലില്ല. സൗന്ദര്യം വെപ്പിക്കാൻ പോയതുകൊണ്ട് എന്താ, ഫുഡ് കഴിക്കാൻ ടൈം കിട്ടിയില്ല. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് ഇനിയാണ് നമുക്ക് കെട്ടിയൊരുങ്ങേണ്ടത്. അലങ്കാരം ഒന്നുമില്ല, ഇമ്പോർട്ടൻ്റ് ആയ സൺസ്ക്രീൻ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഐലൈനറും കൂടെ ഇട്ട് ആ കണ്ണങ്ങ് കൊളാക്കിയപ്പോൾ ഒരു സമാധാനം കിട്ടി. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ടായ ചുണ്ട് ചോപ്പിക്കൽ, ഇവനില്ലെങ്കിൽ ഞാനില്ല. ഈ നഷ്ടപ്പെട്ട എൻ്റെ സമാധാനത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരേ ഒരു ഉത്തരവാദി. പേരിന് ഇത്തിരി സ്ട്രോപ്പ് ക്രീമും അപ്ലൈ ചെയ്ത് സെൻറ്റർ പോർഷനും എടുത്ത് ഹെയറും സ്റ്റൈൽ ചെയ്ത് ലുക്ക് കംപ്ലീറ്റ് ആക്കി. ഇനി കുറച്ച് വീഡിയോസ് എടുക്കാം. എന്താ അറിയില്ല, എടുക്കാൻ അറിയാഞ്ഞിട്ടാണോ ഒരുങ്ങിയത് മേനില്ലാഞ്ഞിട്ടാണോ അങ്ങോട്ട് റെഡി ആവണില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ആക്കാം. അങ്ങനെ റിപ്പോർട്ടെല്ലാം സബ്മിറ്റ് ആക്കി സൈറ്റിൽ നിന്ന് ഇറങ്ങി. സ്റ്റാൻഡിലാണെങ്കിലും ഒരുത്തി കാത്തു നിൽക്കുന്നുണ്ട്. ഫുഡ് ഏതായാലും കഴിച്ചില്ല. ഓളെയും കുട്ടി വെറൈറ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾക്ക് മെനു കാർഡിൽ നോക്കി ഓർഡർ ചെയ്യാൻ പറ്റണില്ല, കനം വായിക്കാൻ കിട്ടണില്ല. അങ്ങനെ മൂപ്പർക്കും വിളിച്ച് സാധനം കാണിച്ചു കൊടുത്ത് മുമ്പിലുണ്ടായിരുന്ന കപ്പിൾസിനെ കുടുംബശ്രീ ടോപ്പിക്കിലേക്ക് ഇട്ട് ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. നൈറ്റ് ആയിരുന്നു കേട്ടോ പരിപാടി. കൂടെ പഠിച്ച ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ മാരേജ്. ബ്രൈഡ് ആണെങ്കിൽ പഞ്ചാബിലെവിടോ. അവിടുത്തെ ആചാരം വെച്ചിട്ട് ഇവിടെയും കല്യാണം നടക്കുമെന്ന് വിചാരിച്ച് റിസ്ക് എടുത്ത് എത്തിയതാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കോമൺ പ്രോഗ്രാമാണ് ഇവിടെ നടന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് മക്കളെ ഡാൻസ് എല്ലാം കണ്ട് ടൈം പോയത് അറിയേ ചെയ്തില്ല. ചെക്കനും പെണ്ണും വീട്ടുകാർ പോയിട്ടും ഞാൻ അവിടെ ഇരിക്കുക. എന്താ റീസൺ? ഫ്രണ്ട്സ് തന്നെ. പുറത്താണെങ്കിൽ വാപ്പിച്ച് കാത്തു നിൽക്കുക. അങ്ങനെ ഗേറ്റ് അടക്കുമെന്ന് മനസ്സിലായപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞ് സമയം 10:30 ആയപ്പോൾ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഇന്നത്തെ സൈറ്റ് പ്ലസ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്.